എറണാകുളത്ത് ഇ.ഡി. ഓഫീസിലേക്ക് CPIM-ന്റെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുകയാണ്. കൊടകര കേസ് അട്ടിമറിച്ച ഇ.ഡിക്കെതിരെയാണ് ജനകീയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. CPIM നേതൃത്വത്തിൽ ഇ.ഡി. ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചിന്റെ തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. സ്വാഗതം ചെയ്യുകയാണ്. കൊടകര കള്ളപ്പണ കേസ് അന്വേഷണം പ്രഹസനമാക്കിയ ഇ.ഡിക്കെതിരെയാണ് ഇപ്പോൾ CPIM നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. BJP നേതാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇ.ഡി. കുറ്റപത്രം തയ്യാറാക്കി എന്നുള്ളതാണ്, ഈ അന്വേഷണം നടത്തി എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട തിരൂർ സതീഷ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കാതെയാണ് ഇ.ഡി. അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. കള്ളപ്പണ കേസ് അല്ല ഇതെന്നും വസ്തു വാങ്ങാൻ കൊണ്ടുപോയ പണമാണ് എന്നും ഇ.ഡി. പറയുന്നു. അർച്ചന ചേരുകയാണ്. അർച്ചന, ഇ.ഡിയുടെ ഈ അന്വേഷണ പ്രഹസനത്തിനെതിരെ വലിയ തോതിൽ ജനകീയ രോഷമുയരുകയാണ്. CPIM-ന്റെ നേതൃത്വത്തിൽ അവിടെ ഇ.ഡി. ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയാണ്. വിശദാംശങ്ങൾ. ഷമി, ഇ.ഡിക്കെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് വിവിധ ഭാഗങ്ങളിൽ വിവിധ കോണുകളിൽ നിന്നായി ഉയരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊച്ചി ഇ.ഡി. ഓഫീസിൽ CPIM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ മാർച്ച് ഇ.ഡി. ഓഫീസിലേക്ക്. എന്നാൽ ഇവിടെ ബാരിക്കേഡ് വെച്ച് പോലീസ് ഈ മാർച്ച് തടയുകയാണ്. പ്രധാനമായും കൊടകര കേസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. അത് പൂർണ്ണമായും BJPക്ക് അനുകൂലമായി, അതായത് BJP നേതാക്കളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇ.ഡി. സമർപ്പിച്ചിരിക്കുന്നത്. BJP പൂർണ്ണമായും വെള്ളപൂശുന്ന തരത്തിലാണ് വിവിധ, അതായത് മൊഴികളടക്കമുള്ള കേസാണ്. അതിൽ കൃത്യമായ വസ്തുതാ റിപ്പോർട്ട് പോലീസ് കൈമാറിയിരുന്നതാണ്. എന്നാൽ ഇതിനെല്ലാം തന്നെ ഗണ്ണിച്ചുകൊണ്ടാണ് ഇ.ഡി. ഈ കുറ്റപത്രം സമർപ്പിച്ചത്. BJPയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിൽ അവർക്ക് അനുകൂലമായ രീതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ CPM വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ആദ്യ പടിയൊന്നോണമാണ് ഇപ്പോൾ കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. അല്പസമയം മുൻപാണ് മാർച്ച് ഈ ജോസ് ജംഗ്ഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊച്ചി ഓഫീസിലേക്ക് എത്തിയത്. ഇവിടെ ബാരിക്കേഡ് വെച്ച് പോലീസ് ഈ മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ പങ്കാളിത്തം മാർച്ചിലുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ രാജ്യവ്യാപകമായി മാർച്ച് നടത്താൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. CPIM നേതൃത്വത്തിൽ കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചാണ്. അല്പസമയത്തിനകം മാർച്ച് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം എ. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര അന്വേഷണ ഏജൻസി ഇ.ഡി. അന്വേഷണം പ്രഹസനമാക്കി എന്നാരോപിച്ചാണ് CPIM-ന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെയും നേതാക്കളെയും ഇല്ലാത്ത തെളിവുകൾ കണ്ടെത്തി പ്രതിക്കൂട്ടിലാക്കുന്ന ഇ.ഡിക്ക് ഇവിടെ കൃത്യമായ തെളിവുകൾ അടക്കം ലഭിച്ചിട്ട് പോലും അക്കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് BJPയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷിനെ പോലും മൊഴിയെടുക്കാൻ, ഒന്ന് ചോദ്യം ചെയ്യാൻ ഇ.ഡി. തയ്യാറാകാത്ത സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൊഴികളൊന്നും എടുത്തിട്ടില്ല. അതുമാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ പണം വസ്തു വിൽപ്പനയ്ക്കായി, വസ്തു വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയി എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടി ഇ.ഡി. ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നു.